എൻ്റെ ആട്ടവും പാട്ടും വേറെയാണ്, എൻ്റെ കൂട്ടവും കൂട്ടരും വേറെയാണ്. എൻ്റെ ആട്ടവും പാട്ടും വേറെയാണ്, എൻ്റെ വായ്ത്താരിപ്പാട്ടൊന്ന് കേട്ടിടും വേളയിൽ എൻ്റെ മനസ്സ് കരുത്തതാണ്. നിന്റെ ഒപ്പമുള്ള കുട്ടികളൊക്കെ എവിടെ എന്ത് നല്ല ജോലിക്കൊക്കെ കേറി. നിനക്ക് എന്തെങ്കിലും ഒരു പണിക്ക് പൊക്കൂടാ മോനെ. ഇനി ഈ മൊബൈലും തോണ്ടിയിട്ട് അവിടെ കിടന്നോ? ഞാൻ എന്ത് ചെയ്യാനാ ഈ വീട്ടില്? ഈ രണ്ടെണ്ണത്തിനെ കൊണ്ടും തോറ്റുപോയി ഞാൻ. ഒരു ഉപകാരം വീട്ടിനുമില്ല നാട്ടിനുമില്ല. നിന്റെ ഒപ്പമുള്ള പിള്ളേരൊക്കെ നല്ല നല്ല ജോലിക്ക് കയറി. ഹോ, ഇതിന്റെ ഇടയിൽ ഞാനും വന്നു പെട്ടുപോയി പണ്ടാറടങ്ങാൻ. തന്തയാണെങ്കിൽ രാവും പകലും കള്ളു കുടിച്ച് നടക്കുക. നിന്നെയാണ് എനിക്ക് ആകെ ഒരു പ്രതീക്ഷ ഉള്ളത്. നീയും ഇങ്ങനെയായ ഞാൻ എന്ത് ചെയ്യും? ഓ ദാരിദ്ര്യം. എങ്ങോട്ടാ? ഏതായാലും ബാറിലേക്കല്ല. വേറെ പണിയൊന്നുമില്ലല്ലോ, വേറെ ഒന്നുമില്ലല്ലോ നോക്കാനായിട്ട്. എന്തോന്നാ നോക്കിക്കുന്നേ? മാറി നിൽക്ക്. മോനെ എന്തെങ്കിലും കഴിച്ചിട്ട് പോടാ. എന്ത്? അവൻ പോയിക്കോട്ടെ. അല്ല പിന്നെ. ഹലോ, ഞാനാടാ അരവിന്ദേ. ഞാൻ വന്നോണ്ടിരിക്കുകയാണ്. ഒന്ന് പെട്ടെന്ന് വാടാ, ഇല്ലെങ്കിൽ സാറ് ക്ലാസ്സിൽ പോവും. ഇല്ല, ഞാൻ നടന്നോണ്ടിരിക്കുക. നീ എന്തെങ്കിലുമൊക്കെ അയാളോടൊന്ന് പറഞ്ഞിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യിപ്പിക്കേ. നടന്നു തന്നെ. സാറിന്റെ സ്വഭാവം നിനക്ക് അറിയാൻ പാടില്ലായിട്ടാ. സ്ട്രിക്റ്റ് എന്ന് പറഞ്ഞാ ഫുൾ സ്ട്രിക്റ്റാ സാറ്. മനസ്സിലായാ? മനസ്സിലായി. ഓക്കേടാ, വേം വാ. എടാ, നീ എന്തൊക്കെ പറഞ്ഞാലും ഇക്കാലത്ത് ഒരു ജോലി കിട്ടാന്ന് പറഞ്ഞാ വലിയ കാര്യം. ഹലോ, പോലൊക്കെ ആവണം. എന്താ ഇന്റർനാഷണൽ ചർച്ചയാണല്ലോ. പിന്നെ ശ്രേയെ പോലെ ഹോട്ടൽ മാനേജ്മെന്റ് ഒക്കെ പഠിക്കണം. നിനക്കെന്താ ഹോട്ടൽ മാനേജ്മെന്റിനോട് ഒരു പുച്ഛം? എന്തൊക്കെ പറഞ്ഞാൽ ഈ ഹോട്ടലില് എച്ചിലെടുക്കണ പരിപാടിയില്ലേ? അങ്ങനെയല്ല, നിനക്ക് കാര്യറിയാത്തോണ്ടാ. ഈ ബികോം എംകോം ഒക്കെ പഠിച്ചവരെ 8,000-നും 10,000-നും കടയിൽ സാധനം എടുത്ത് കൊടുക്കാൻ നിൽക്കുക. MBA-കാരനായ അതിലും കഷ്ടാ. എടാ, എന്റെ അമ്മാവന്റെ മോള് MA കഴിഞ്ഞ് 75 ലക്ഷം രൂപ കൊടുക്കല്ലാണ്ട് വീട്ടിലിരിക്കുക. BDS കഴിഞ്ഞവർക്ക് ഡോക്ടറാണെന്ന് ഗമയുണ്ട്. എന്നിട്ടോ 15,000-20,000 രൂപയ്ക്ക് ജോലി ചെയ്യുന്നുണ്ട് അവര്. പണമുള്ളവർക്ക് സ്വന്തമായിട്ട് ക്ലിനിക്ക് ഇടാം. എടാ, 3,000 രൂപയ്ക്ക് വാഷിങ്ങിന് വന്ന ബംഗാളി 3 വർഷം കൊണ്ട് പൊറോട്ട അടിച്ച് മിച്ചം വെച്ച് മാസം 30,000 വെച്ച് വീട്ടിലേക്ക് അയക്കുന്നു. ഓ പിന്നെ ഒന്നും പഠിക്കാത്ത തൂമ്പാപ്പണിക്കാരൻ ഒരു ദിവസം 1,000 രൂപ കൂലി വാങ്ങണു. പണ്ട് നേഴ്സുമാരെ കെട്ട ആരെങ്കിലും ഉണ്ടായിരുന്ന? ഇന്ന് നേഴ്സിനെ കെട്ടണ ആളല്ലോ ലോകത്തിന്റെ ഒരു പോക്കേ. ഒന്ന് പോവാൻ നോക്കട പിള്ളേരെ. പിള്ളേരൊക്കെ വലുതായി. ഞാൻ എന്തായാലും ശ്രേയയുടെ കൂടെ ഹോട്ടൽ മാനേജ്മെന്റ് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പൊ ഇനിയുള്ള കാലം എച്ചിൽ പാത്രം കഴുകി ജീവിക്കാം. അതെ. അവനെന്തെങ്കിലും പണിയെടുത്ത് ജീവിച്ചോട്ടറപ്പാ. വാടാ അരവിന്ദേ, നമുക്ക് മൂർത്തി സാറിനെ കാണാം. സർ, ഇതാണ് ഞാൻ പറഞ്ഞ സ്റ്റുഡന്റ്. ഹായ് സാർ. ഹോട്ടൽ മാനേജ്മെന്റ് പഠിക്കാനല്ലേ? അതെ സർ. എന്താ പേര്? എന്റെ പേര് അരവിന്ദ്. എവിടെ വീട്? വീട് പാലക്കാട്. ഹോട്ടൽ മാനേജ്മെന്റ് ഒരു ജോലി അല്ലെന്നുള്ളത് മനസ്സിലാക്കുക. ഇതൊരു പ്രൊഫഷണലാണ്. എന്താന്നുള്ളത് കൂടുതൽ പറയാം. ഡിസിപ്ലിൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യമായി ചെവിയിലുള്ള സാധനങ്ങളെല്ലാം മാറ്റണം സാർ. മാനേഴ്സ്, ഡ്രസ് കോഡ്. ഒരു ഹോട്ടലിനെ സംബന്ധിച്ച് 14 മുതൽ 18 വരെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ഏത് ഹോം ഡിഗ്രി പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ആദ്യം ചോദിക്കുക ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ചിട്ടുണ്ടോ. ഒരു ഷെഫിനെ സംബന്ധിച്ചിടത്തോളം കൈ വിറയ്ക്കുന്നവരെയോ അല്ലെങ്കിൽ മരിക്കുന്നവരെയോ ജോലി കിട്ടുക എന്നതാണ്. ഈ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഒരു പ്രായം കഴിഞ്ഞാൽ മറ്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് നിങ്ങളുടെ ജോലി മെർജ് ചെയ്യാൻ പറ്റും. ലോകത്തിന്റെ ഏത് ഭാഗത്ത് ചെന്നാലും എപ്പോഴും ഒരു വേക്കൻസി ഉള്ള ഒരു സംഭവമാണ്. വളരെ നല്ല സ്കോപ്പുള്ളൊരു ഇൻഡസ്ട്രിയൽ രംഗമാണ് ഹോട്ടൽ മാനേജ്മെന്റ്. താല്പര്യമുണ്ടാവും സാർ, ഇൻട്രസ്റ്റ് ഉണ്ടാവും. വന്നതിൽ സന്തോഷം. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. See you. Okay sir. Okay. നമസ്കാരം സാറേ. നമസ്കാരം. ഇതെന്റെ മോളാണേ. അവൾക്ക് ഹോട്ടൽ മാനേജ്മെന്റ് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. സന്തോഷം. എന്തുപറ്റി ഇങ്ങനെ ഒരു ആഗ്രഹം തോന്നാൻ? ഞാൻ റെസ്റ്റ് ഹൗസിലാണ് വർക്ക് ചെയ്യുന്നത്. അവിടെ എത്ര വലിയ ആളുകളാണ് വന്നു പോണത് സാർ. അപ്പോ ഒരുപാട് ആളുകളെ പരിചയപ്പെടാലോ. നല്ല കാര്യം. ഞാൻ ഓഫീസിൽ പറഞ്ഞോളാം. ശരി സാർ. ശരി. ഹായ്, ഹലോ, ഹൗ ആർ യു? ഫൈൻ സാർ.
ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ്. സുഖല്ലേ? സുഖമായിരിക്കണം വേറെ സർ. വിശേഷങ്ങളൊക്കെ? നന്നായിട്ടിരിക്കുന്നു സർ. നന്നായിരിക്കുന്നു. സുഖമായിട്ട്. ശരി ശരി, ജോലി നടക്കും. താങ്ക് യു സർ. സാർ ഇവര് 15 വർഷമായിട്ട് ഇവിടെ ജോലി ചെയ്യുന്നവരാ. അവരുടെ ഈ വരുമാനം കൊണ്ട് 2 കുട്ടികളെ അവര് ഹോട്ടൽ മാനേജ്മെന്റ് പഠിപ്പിച്ചു, കല്യാണം കഴിച്ചയച്ചു. ഇപ്പൊ അവർക്ക് ജോലിയുമായി. ഗുഡ് ഈവനിങ്. ഹലോ. സാറിന് എന്നെ മനസ്സിലായോ? സാറിന്റെ പഴയ സ്റ്റുഡന്റാ വിൽസൺ. ആ വിൻസൻ. സാറ് മറന്നുപോയതാ. ഓ, വീട്ടിലേക്ക് ആളെ വിട്ടത് നീയാണല്ലേ? കണ്ടതിൽ സന്തോഷം സാർ. താങ്ക് യു. താങ്ക് യു. कैसे भाई? बढ़िया. कितना साल से केरला में? 1 ईयर. हाँ. क्या काम करते हैं आप? मैं तंदूरी में. ठीक है. अच्छा है. केरला कैसा लगा? अच्छा. ओ अच्छा. तू हर महीने घर पे पैसा भेजते? यस. घर में सब खुशी में है? हाँ हाँ. शादीशुदा है? नहीं अभी तक है. कैसा लगा केरला? अच्छा लगा. मैं देखा बहुत लोग केरला में आके काम करता है. हाँ आपका गांव में सैलरी कम मिलता है. हाँ सर. आपका गांव में पैसा हाँ कम ज्यादा मिलता है. हाँ हाँ. यहाँ काम सब सही है. हाँ हाँ. लोग कैसा केरला का? हाँ अच्छा लोग है. वेरी गुड वेरी गुड. कब गांव जाएगा? अभी टाइम है 6 मंथ. जाके शादी करेगा? नहीं शादी अभी नहीं करेगा. काम करो, जी. पैसा कमाओ, हाँ घर बनाओ, हाँ फालतू खर्चा नहीं. ठीक है. हाँ जी. താങ്ക് യു. താങ്ക് യു. हाँ जी. താങ്ക് യു. ഒക്കെ ഒരു ഭാഗ്യമാണ് സാർ. ഈ ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ചത് കൊണ്ട് മാത്രമാണ് സാർ ഞാനൊക്കെ രക്ഷപ്പെട്ടത്. പിന്നെ അമേരിക്ക പോയി. അതെ സാർ. പിന്നെ കാനഡ കറങ്ങി. യെസ് സാർ. ഇപ്പതാ ജർമ്മനിയിൽ. അതെ സാർ. എല്ലാം സാറ് പഠിപ്പിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇതെല്ലാം നേടിയത്. രക്ഷപ്പെട്ടില്ലേ? അതെ സാർ. താങ്ക് യു സാർ. താങ്ക് യു സോ മച്ച്. സാർ, ജോലിയോ? meet you, sir. എന്താ വിശേഷം? ഇന്ന് ഫുൾ ഡ്രസ് കോഡിലാണല്ലോ. സാറല്ലേ എന്നെ എല്ലാം പിടിപ്പിച്ചേ, പ്രത്യേകിച്ച് ഡിസ്പ്ലേ അത് ഞാൻ കീപ്പ് ചെയ്യുന്നുണ്ട് സാർ. ഇരിക്കി. ബിസിനസ് ഒക്കെ എങ്ങനെ പോകുന്നു? സുഖല്ലേ? ഓ സുഖം. ഞാൻ സാറിനെ കാണാൻ എന്നെ കാണാൻ വന്നതാണോ? ഓ ഞാൻ അറിയില്ല സാറേ, ഞാൻ ഇങ്ങനെ ഒരു ആവശ്യത്തിന് വന്നതാണ്. തിരക്കിലായിരിക്കും അല്ലേ? തിരക്കിലാണ്. സന്തോഷം. സാറിനെ Okay, കണ്ടതിൽ take സന്തോഷം. care. എന്നാ പൊക്കോട്ടെ സാറേ. സാർ സാർ ഇനിയും നമ്മളയാളെ വേണം, കാത്തു നിൽക്കണം. ഓ 2-3 ദിവസമായില്ലേ സാർ? എത്ര ദിവസമായാലും കണ്ടിട്ടേ പോകുന്നുള്ളൂ. ഉം. ഇതൊരു സർപ്രൈസ് ആയിരിക്കണം എന്ന് എനിക്ക് ആ നിർബന്ധം. അങ്ങനെ ആവട്ടെ സാർ. ഹായ് അരവിന്ദ്. ഹായ്, കൃഷ്ണമൂർത്തി സാറല്ലേ അത്? ഹായ്. ഹലോ. യെസ്. എന്താ വിശേഷം? ഹലോ മൂർത്തി സാർ, വളരെ സന്തോഷം സാർ. സാറിന്റെ സഹായം കൊണ്ട് എന്റെ മകൻ രക്ഷപ്പെട്ടു. ഡാ അരവിന്ദേ, നീ ഹാപ്പി അല്ലേടാ?